ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബിഗിനേഴ്സ് അല്ലെങ്കിൽ സ്റ്റാർട്ടേഴ്സ് ജ്വല്ലറി മേക്കിംഗ് പഠിക്കാൻ ഇഷ്ടമുണ്ട്, സോ അതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല, അല്ലെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ യൂട്യൂബൊക്കെ നോക്കി സ്റ്റാർട്ട് ചെയ്ത് വലിയ ഐഡിയ ഇല്ലാതെ ഡൗട്ട്സ് ഒക്കെ ആയിട്ടിരിക്കുന്ന അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പം ഇതൊരു ക്ലാസ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ബട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സുകളും നമുക്കെന്താ ഒരു എന്താ പറയുക, ഒരു കൂട്ടായ്മയോടെ നമുക്ക് ഡൗട്ട്സുകളൊക്കെ ക്ലിയർ ചെയ്തും നമുക്ക് ഷെയർ ചെയ്തും ഒക്കെ പോവാം. അപ്പം അതിന് മുന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടുന്നതിനെ കുറിച്ച്. എനിക്ക് പലരും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമൻ്റ് ആയിട്ട് പറയണേ. സോ എനിക്ക് കുറേ കമൻറ്റ്സ് വരുന്നുണ്ട്. ഇപ്പോഴും ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴും എനിക്ക് കുറേ കമൻറ്റ്സ് വരുന്നുണ്ട്. അപ്പം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിനൊരു നന്ദി ഞാൻ മിക്ക വീഡിയോസിലും ഞാൻ വന്ന് പറയുന്നുണ്ട്. സോ എനിക്ക് അത്രയും സന്തോഷമുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. പിന്നെ അതിന് ശേഷം എനിക്ക് പറയാനുള്ളത്, എനിക്ക് അതുപോലെ തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാം ID ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് കുറച്ച് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുമ്പോൾ കൂടുതലും എനിക്ക് ഡൗട്ട്സ് ചോദിച്ച് മെസ്സേജ് അയക്കാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് കണ്ട് ജ്വല്ലറി ചെയ്ത് ഇൻസ്പിറേഷൻ എന്നൊക്കെ ഉള്ള രീതി പറയുന്ന കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതിനുള്ള ആളൊന്നുമില്ല ഞാൻ, എങ്കിൽ പോലും എന്നോടത് പറയാൻ തോന്നിയല്ലോ, എനിക്കത് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, എനിക്ക് കമൻ്റായിട്ടും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും പേഴ്സണലി എനിക്ക് വരുന്നൊരു മെസ്സേജാണ്, കിറ്റ് പ്രൊവൈഡ് ചെയ്യാമോ എന്ന്. അതായത് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ കിറ്റ് പ്രൊവൈഡ് ചെയ്യാമോ എന്ന് ചോദിച്ചുകൊണ്ട് എനിക്ക് മെസ്സേജ് ഇട്ട്. സോ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല. ഇപ്പം എനിക്ക് ആദ്യമൊക്കെ മെസ്സേജ് കണ്ടപ്പോൾ ഞാൻ അത്ര കാര്യമൊന്നും ആക്കിയില്ലായിരുന്നു. സോ എനിക്കറിയില്ല, മേ ബി എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണോ അങ്ങനെ ചോദിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല എന്താ അങ്ങനെ ചോദിക്കുന്നതെന്ന്. ബട്ട് ഞാൻ ട്രൈ ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളവരെ എനിക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ഇടുക. അപ്പം ഞാനൊരു 10-20 പേരൊക്കെ ഉണ്ട് അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ട്, അങ്ങനെയൊക്കെ ആണ്, അല്ലെങ്കിൽ കിറ്റ് പ്രൊവൈഡ് ചെയ്യാമോ അല്ലെങ്കിൽ മേടിക്കാനോ ഒക്കെ ആണ്, ഒരു 10-20 കമൻ്റ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു കിറ്റ് സെറ്റാക്കാം. അപ്പം നിങ്ങളപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർ എനിക്കൊന്ന് കമൻറ്റ് ഇടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഉണ്ട്, അപ്പോൾ അതിലെനിക്ക് മെസ്സേജ് ഇടുകയോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഒരു 20 above ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഞാനൊരു കിറ്റ് കാണും. നിങ്ങൾ ആഗ്രഹിക്കുന്നതും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കിറ്റായിരിക്കും. സോ എനിക്കും അങ്ങനെയാണ് ആഗ്രഹം. കാരണം എനിക്കും ഭയങ്കരമായി കുറേ പൈസ കൊടുത്ത് കുറേ സാധനങ്ങൾ വാങ്ങുന്നതിനോട് എനിക്കും ഇൻട്രസ്റ്റ് ഇല്ല. പകരം നമുക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്ന കുറേ സാധനങ്ങൾ ചേർത്തിട്ടൊരു കിറ്റ് ഞാൻ സെറ്റാക്കാൻ നോക്കാം. പക്ഷേ നിങ്ങളിപ്പം എനിക്ക് കമൻറ്റ് ചെയ്തവരൊക്കെ ജസ്റ്റ് വീഡിയോ കണ്ട് കമൻറ്റ് ചെയ്തു പോകുന്നു, അങ്ങനെയുള്ളവരാണെങ്കിൽ ഞാനിത് മേടിച്ചിട്ടു എനിക്കും വലിയ ഉപയോഗമൊന്നും വരില്ല, എനിക്കും നഷ്ടമായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിൽ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ വേണ്ടുന്നവരാണ് കൺഫേം ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും കൂടെ മെസ്സേജ് അയക്കുവാണെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു ഇതാകുമ്പോഴത്തേക്ക് ഞാൻ വേണമെങ്കിൽ ഒരു കിറ്റിൻ്റെ കാര്യത്തെക്കുറിച്ച് നമുക്കതൊന്ന് ഫോർവേഡ് ചെയ്യാം. ആ ഒരു കാര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. അപ്പം ഞാനിത് ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചത് കൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ്. കാരണം എനിക്ക് എല്ലാ കമൻറ്റിൻ്റെ അടിയിൽ പോയിട്ടും എനിക്കിതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാനോ അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയാനൊരു വിഷമം. അതുകൊണ്ടാണ് ഞാനിത് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാനത് ചെയ്യാം. അത് നിങ്ങളപ്പോൾ എനിക്കത് കമൻ്റ് ആയിട്ടൊന്ന് പറഞ്ഞിരുന്നാൽ മതി. സോ അപ്പം നമുക്ക് ഇനി ടൈം കളയണ്ട. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഓൾറെഡി ഞാൻ റോ മെറ്റീരിയൽസ്, അതായത് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെക്കുറിച്ച് അറിയാനാണ്, അതായത് എൻ്റെ ഈ ഒരു വീഡിയോ പുതിയതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അറിയാനായിട്ട് ഞാൻ ഇതിനകത്തോട്ട് ഇനി അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പകരം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം, അല്ലെങ്കിൽ ഞാൻ കാർഡിൽ കൊടുത്തിരിക്കാം. സോ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഇൻവിസിബിൾ ചെയിൻ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നതിന് നമുക്ക് എന്തൊക്കെ വേണം എന്നുള്ളതാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് കുന്തൻ സ്റ്റോൺസ് വെച്ചിട്ട് ഇതുപോലത്തെ ലോക്കറ്റ്സുകൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം.
അപ്പം നമുക്ക് അല്ലാതെ ലോക്കറ്റുകൾ അവൈലബിൾ ആണ്. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന കുന്തൻ സ്റ്റോൺസ് വെച്ചിട്ടുള്ള പല പല ടൈപ്പിലുള്ള ലോക്കറ്റ്സ് ആണ്. അപ്പം നമ്മുടെ ഫസ്റ്റ് ലോക്കറ്റ് എന്ന് പറയുന്നത് ഈ ഒരു മിഡ് മൂൺ ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺസ് വെച്ചിട്ടുള്ള ഒരു ലോക്കറ്റാണ്. അപ്പം ഇതിന് മെയിനായിട്ട് വേണ്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലോക്കറ്റ്, പിന്നെ അതാണ്ട് ഗ്ലാസ് ഷീറ്റിൻ്റെ ഒരു പീസ്, ഞാനിതൊരു പീസാക്കി കട്ട് ചെയ്തെടുത്തേക്കുക. അതിനുശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ഗ്ലൂ. അതും ഞാൻ B7000 ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഗ്ലൂ എടുക്കുക. ആ ഗ്ലൂ എടുത്തതിന് ശേഷം ഇതിൻ്റെ കൂടെ നമുക്ക് വേറൊരു ഐറ്റവും കൂടെ വേണം. ഇതുപോലത്തെ റൗണ്ട് ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ, കുറച്ചും കൂടെ ഒരു ഭംഗിക്ക് വേണ്ടിയാണ്. സോ നമ്മൾ ആ ഒരു കുന്തൻ സ്റ്റോൺ എടുക്കുന്നു. റൗണ്ട് ഉള്ളത് നമ്മൾ ഈ ഒരു ഗ്ലാസ് ഷീറ്റിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ മിഡ് മൂൺ ഷേപ്പിലുള്ള ഇത് നമ്മൾ ഇതിന് ചുറ്റും താണ്ട് ഈ ഒരു ഷേപ്പിൽ നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇത് വെച്ചിട്ട് നമുക്ക് പല പല ഡിസൈൻ ചെയ്യാം. അപ്പം നമ്മുടെ ഇന്നത്തെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഈ ഒരു ലോക്കറ്റാണ് നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നല്ല ഭംഗിയുള്ളൊരു ലോക്കറ്റാണ് കേട്ടോ. ഇത് നമുക്കിത് മൊത്തത്തിൽ ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഗ്ലൂ തേച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഈ മാലയ്ക്ക് ഉള്ള സ്റ്റോൺ എടുത്ത് ഒട്ടിക്കുന്നതിന് പകരം ഒരു 2-3 സെക്കൻഡ് നിങ്ങളൊന്ന് ആ ഒരു ഗ്ലാസ് ഷീറ്റിൽ ഗം ഒഴിച്ചതിന് ശേഷം ഒന്ന് ലീവ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം നമുക്ക് ദാണ്ട് ഇങ്ങനെ നല്ല രീതിയിൽ ഷേപ്പിൽ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പം ഇതാണ് നമ്മുടെ ലോക്കറ്റിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് മിനിമം ഒരു 1 മണിക്കൂറെങ്കിലും അത് ഉണങ്ങാനായിട്ട് വെക്കാം. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് വീഡിയോക്ക് വേണ്ടിയിട്ട് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തൽക്കാലം നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്ത ലോക്കറ്റിലോട്ട് പോകാം. അപ്പം അടുത്ത ലോക്കറ്റിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മിഡ് മൂൺ ഷേപ്പിലുള്ള ഗ്രീൻ കളറിലുള്ള ഒരു കുന്തൻ സ്റ്റോണും പിന്നെ അതുപോലെ തന്നെ ഓവൽ ഷേപ്പിലുള്ള ഒരു റോസ് കളറിലുള്ള ഒരു കുന്തൻ സ്റ്റോണാണ്. ഇതിപ്പോൾ അത്യാവശ്യം ഇപ്പോഴും ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്നതും ഇപ്പോഴും ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാലയാണ് നമ്മുടെ ലോട്ടസിൻ്റെ മാല. സോ ഞാൻ ലോട്ടസിൻ്റെ ലോക്കറ്റാണ് ഞാൻ ഒട്ടിക്കുന്നത്. ഇപ്പോഴും എനിക്ക് സ്റ്റിൽ ഓർഡർ കിട്ടുന്ന ഒരു മാലയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ഇതും കൂടി ഇൻക്ലൂഡ് ആക്കുന്നത് കേട്ടോ. നമ്മൾ ആ ഒരു ഗ്ലാസ് ഷീറ്റിലേക്ക് ഫസ്റ്റ് ആ ഓവൽ ഷേപ്പിലുള്ള റോസ് കളറിലുള്ള കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം അതിന് തൊട്ടപ്പുറത്തായിട്ട് അടുത്തേയും സെയിം ആ ഒരു ഓവൽ ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ ഒട്ടിക്കാം. സോ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലും അതേപോലെ തന്നെ. അപ്പം നമ്മളൊരു 3 എണ്ണം ഇതേപോലെ നമ്മൾ ഒട്ടിക്കണം. ഇതേപോലെ ഒട്ടിച്ചതിന് ശേഷം അതൊന്ന് ചെറുതായിട്ടൊന്ന് ഉണങ്ങാനായിട്ട് വെക്കുക. അടുത്തതായിട്ട് നമ്മളിതാ ഈ മിഡ് മൂണിൻ്റെ ഷേപ്പിലുള്ള ഗ്രീൻ കളറിലുള്ള ആ ഒരു കുന്തൻ സ്റ്റോൺ ആണ് എടുക്കേണ്ടത്. അതെടുത്ത് ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പൊ ഏകദേശം നമ്മുടെ ലോട്ടസിന്റെ ഒരു ലുക്ക് വരുന്നുണ്ട്. പക്ഷെ തീർന്നിട്ടില്ല, ഇനിയും ഉണ്ട് സ്റ്റെപ്പുകൾ. അപ്പൊ ഇത് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അടുത്ത ലെയർ നമ്മൾ ഒട്ടിക്കണം. അടുത്ത ലെയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതേപോലെ ഗ്ലൂ തേച്ച് കൊടുക്കുക. ഗ്ലൂ തേച്ച് കൊടുത്തതിന് ശേഷം സെയിം ഇതേപോലെ തന്നെ ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ രണ്ടിന്റെയും നടുഭാഗത്തായിട്ട് ഇപ്പൊ നമുക്ക് 3 ഈ റോസ് കളറിലുള്ള കുന്തൻ സ്റ്റോൺസിന്റെ സെന്ററിലായിട്ട് 2 എണ്ണം നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ലോട്ടസിൻ്റെ ഒരു ഏകദേശം ഒരു ഷേപ്പിലേക്ക് എത്തിയിട്ടുണ്ട്, ആ ഒരു ലുക്കിലേക്ക് എത്തിയിട്ടുണ്ട്. അടുത്തെന്ന് പറയുന്നത് നമ്മൾ ഈ ഗ്രീനിൻ്റെ സെൻറ്ററിലായിട്ട് റൗണ്ട് കളറിലുള്ള ആ ഒരു കുന്തൻ സ്റ്റോണും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. അത് ഒരു ഭംഗിക്ക് വേണ്ടിയാണ്. ഇനി അതിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് വേറെ രീതിയിലും ഒക്കെ ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയിലൊക്കെ ചെയ്യാം. അപ്പം നമ്മൾ ഇപ്പോൾ തൽക്കാലം ഈ ഒരു ഗോൾഡൻ ഈ ഒരു കുന്തൻ സ്റ്റോണും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ഫസ്റ്റ് നെക്ലസ് എന്ന് പറയുന്നത് ഇത് വെച്ചിട്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിയർ വയർ എടുക്കുക. ഗിയർ വയർ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അളവ് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കഴുത്തിലോട്ട് ആ ഒരു ഗിയർ വയർ എടുത്തിട്ട് നിങ്ങളുടെ കഴുത്തിന് എത്രയും വേണോ ആ ഒരു സൈസ് നോക്കി അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. അതിന് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ലോക്കറ്റ് ഇട്ട് കൊടുക്കുക. ലോക്കറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതുപോലത്തെ ഗോൾഡൻ ബീഡ്സുകളാണ്. അപ്പോൾ എനിക്ക് ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഈ ബീഡ്സിൻ്റെ സൈസ്. ബീഡ്സ് പല സൈസുകളുണ്ട്. അപ്പോൾ അതിൽ ഞാൻ മേടിച്ചതിൻ്റെ സൈസ് നോട്ട് ചെയ്തിട്ടില്ലായിരുന്നു. സോ എന്നോടൊരു കുട്ടി ഡൗട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ആ ഒരു സൈസ് കറക്റ്റ് അളവ് എൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ഇനി ഞാൻ മേടിക്കുമ്പോൾ എന്തായാലും ഞാൻ നോട്ട് ചെയ്തിട്ട് അത് ഏതൊക്കെയാണെന്നുള്ളത് പറയാട്ടോ. അതിനുശേഷം നമുക്ക് ഗിയർ ലോക്ക് വെച്ചിട്ട് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഗിയർ ലോക്ക് ഇതുപോലെ നല്ലപോലെ ജാമായി അതിനകത്ത് ഫിക്സ് ആയി ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പ്ലെയേഴ്സ് വെച്ച് അത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതിനുശേഷം നമ്മൾ ഓരോ മോഡൽ ചെയ്യണം. അപ്പം നമ്മുടെ ഐഡിയയിൽ ഓരോ മോഡൽ ചെയ്യാം.
അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് വീണ്ടും ആ ഒരു ലോക്കറ്റ് സെൻറ്റർ പോർഷൻ കഴിഞ്ഞ് കുറച്ച് ഭാഗം ഇങ്ങോട്ട് വന്നിട്ട് ഇതാ ഇതുപോലെ ഒരു വൈറ്റ് പേൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. വൈറ്റ് പേളിൻ്റെ രണ്ട് അറ്റത്തും ഇതേപോലെ തന്നെ ഗോൾഡൻ ബീഡ്സ് ഇട്ടിട്ട് ഗിയർ ലോക്ക് വെച്ചിട്ട് നമ്മൾ ജാം ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സെയിം തന്നെ ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും കറക്റ്റ് സൈസിന് ഗിയർ ലോക്ക് ഇട്ട് മുറുകിയതിന് ശേഷം നമുക്ക് ഒരു ഗോൾഡൻ ബീഡ്സും അതേപോലെ തന്നെ ഒരു വൈറ്റ് പേളും, വൈറ്റ് ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു പേളാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുത്തിട്ട് നമുക്കത് ലോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ലോക്ക് ചെയ്യാനായിട്ട് ഗിയർ ലോക്കിൻ്റെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗിയർ ലോക്കിൻ്റെ കളർ ഫെയ്ഡ് ആവുമെന്ന്. ഗിയർ ലോക്കിൻ്റെ കളർ ഫെയ്ഡ് ആവും, അത് നമ്മുടെ യൂസ് പോലെ ഇരിക്കും. ചിലർക്ക് പെട്ടെന്ന് തന്നെ അത് ഫെയ്ഡ് ആവും, അത് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഇതനുസരിച്ചിട്ടാണ്. ഞാൻ ഇവിടെ ബാക്ക് റിങ്ങിന് പകരം ഞാൻ എന്താ ഇതുപോലെ നമ്മുടെ ആ ഒരു ഗിയർ വയർ വെച്ചിട്ട് തന്നെ വളച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അതാണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ റിങ് കിട്ടും, അതവിടെ ഇതേപോലെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഞാനിവിടെ എനിക്ക് വേണ്ടി ആയതുകൊണ്ട് ഫിഷ് ലോക്കാണ് യൂസ് ചെയ്യണത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ചെയിൻ ലോക്ക് കിട്ടും. അപ്പം ചെയിൻ ലോക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ ഞാൻ എന്താ ഫിഷ് ലോക്ക് ഇങ്ങനെയാണ് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അത് നമുക്ക് ഗിയർ ലോക്ക് വെച്ചിട്ട് നല്ല രീതിയിൽ ലോക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ മാലയുടെ ഒരു ഫസ്റ്റ് മാലയുടെ ഒരു ഓൾമോസ്റ്റ് ഒരു ഫൈനൽ ലുക്കിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എനിക്ക് ഏറ്റവും കൂടുതൽ സെയിൽ നടന്നിട്ടുള്ള ഒരു മാലയാണ് ഇപ്പം ഞാൻ അടുത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്, നമ്മുടെ ലോട്ടസിൻ്റെ മാല. അപ്പോൾ ഈ ലോട്ടസിൻ്റെ മാല ഇപ്പോഴും എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണല്ലേ. അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും എല്ലാവർക്കും ആ ഒരു മാലയ്ക്ക് ഓർഡർ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ അത് തന്നെയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ മാലയൊന്നും ഉണ്ടാക്കാൻ പഠിക്കാം. ഓൾറെഡി ഞാനിതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അപ്ലോഡ് ചെയ്തതാണ്. പക്ഷേ നമ്മളിതൊരു ക്ലാസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് തന്നെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഞാനത് ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞുതരാമെന്ന് കരുതിയിട്ടാണ് ഇത് വീണ്ടും ഞാൻ എടുത്തിരിക്കുന്നത്. റിപ്പീറ്റഡ് കണ്ടന്റ് ആണെന്ന് ആരും വിചാരിക്കരുതേ. അപ്പം നമുക്ക് ആവശ്യത്തിന് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗിയർ വയർ നിങ്ങളുടെ കഴുത്തിൻ്റെ സൈസ് നോക്കി നിങ്ങൾ അളന്നെടുക്കുക. അപ്പോൾ അളന്നെടുത്തതിന് ശേഷം ദാണ്ട് ഇതേപോലെ നമുക്ക് ആ ഒരു മാല ഈ ഒരു ഗിയർ ലോക്കിലേക്ക് എടുത്തതിന് ശേഷം നമുക്ക് ഞാനിവിടെ കുഞ്ഞ് സൈസിലുള്ള ഏറ്റവും ചെറിയ സൈസിലുള്ള ഗോൾഡൻ ബീഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അത് 2 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് പല സൈസിൽ ഇത് അവൈലബിൾ ആണ് നമുക്ക് ഷോപ്പിൽ. അപ്പോൾ അതിനുശേഷം ഞാനിവിടെ അതിനകത്തോട്ട് ഗിയർ ലോക്ക് ഇട്ടിട്ട് അത് നല്ല രീതിയിൽ ലോക്ക് ചെയ്ത് കൊടുക്കുന്നു. ഗിയർ ലോക്കിൻ്റെ കളർ വീണ്ടും ഞാൻ പറയുകയാണ് ഫെയ്ഡ് ആവും. അത് ചിലർക്ക് പെട്ടെന്ന് ഫെയ്ഡ് ആവും, ചിലർക്ക് പയ്യെ അത് ഫെയ്ഡ് ആവത്തുള്ളൂ. അത് നമ്മുടെ സ്കിൻ ടൈപ്പ് പോലെ ഇരിക്കും കേട്ടോ. അതിനുശേഷം ഞാനിവിടെ ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു മാലയാണ് ചെയ്യുന്നത്. ബാക്ക് ലോക്ക് ഇട്ട് കൊടുക്കുകയാണ്. ബാക്ക് ചെയിൻ താണ്ട് ഇങ്ങനത്തെ ഒരു ബാക്ക് ചെയിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 രീതിയിലുള്ള ചെയിൻ്റെയും വെച്ചിട്ടുള്ള വീഡിയോ നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കൂടുതലും ഈ ചെയിൻ യൂസ് ചെയ്യുന്നത് സെയിൽ ചെയ്യാൻ നേരത്താണ് കേട്ടോ. ഇത് എനിക്കിപ്പോൾ ഓൾറെഡി ഒരു ഓർഡർ ഉള്ളതുകൊണ്ട് ഞാനപ്പോൾ നിങ്ങൾക്കും കൂടെ ഒന്ന് മനസ്സിലാവുമല്ലോ എന്നും കരുതിയിട്ട് അതൊരു മാല ഞാൻ ചെയ്തതേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം അതിൻ്റെ ഹുക്ക് നമ്മൾ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്കത് നല്ല രീതിയിൽ ഗിയർ ലോക്ക് വെച്ചിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ ഒരു മാലയുടെ 2 മാലയുടെയും ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് 2 മാലയാണ് ചെയ്യാൻ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമ്മുടെ മാലയുടെ ഫൈനൽ ലുക്കൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം നിങ്ങളിത് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയതിന് ശേഷം എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും കമൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലോ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. നമ്മൾ ഇന്ന് ചെയ്തതിൻ്റെയാണ്, ഇന്ന് ചെയ്തിട്ടുള്ള വീഡിയോയുടെ. അപ്പം നിങ്ങൾക്ക് കമൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ നിങ്ങൾക്ക് ചോദിക്കാം. അതേപോലെ തന്നെ നിങ്ങൾ ചെയ്ത മാലയുടെ ഫൈനൽ ഒരു ലുക്കിലുള്ള ഒരു ഫോട്ടോ എനിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ സന്തോഷമായിരുന്നു. അപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാം ID ഞാൻ മെൻഷൻ ചെയ്തിരിക്കാം. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പം വീഡിയോ കണ്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം. നിങ്ങൾ ചെയ്യുന്നത് എനിക്കും കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പം നിങ്ങൾ ചെയ്തത് ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം. സോ പേരൊന്നും ഞാൻ ആരുടെയും വെളിപ്പെടുത്തത്തില്ല, അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടങ്ങളാണ്. അപ്പം നിങ്ങൾ ചെയ്യണ മാല അതായത് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം എനിക്കൊരു ഫോട്ടോ പറ്റുമെങ്കിൽ, ഞാൻ നിർബന്ധിക്കുന്നില്ല, പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.